ഞാനൊരു കാര്യം പറയാം, സാത്താൻ ഭയങ്കര തന്ത്രശാലിയാ, ദൈവത്തിന് അത് പൊളിക്കാൻ ഈസിയാ. മിണ്ടുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ചില ആൾക്കാരൊക്കെ ഹൈലൈറ്റ് ചെയ്ത് പറയാറുണ്ട്, സാത്താൻ ഭയങ്കര തന്ത്രശാലിയാ, ഒരു തന്ത്രവും ഇല്ല, അതിനെ ഈസിയായിട്ട് ദൈവം പൊളിച്ചു തരും. മിണ്ടുന്നില്ല. എൻ്റെ ജനത്തെ വിടത്തില്ലെന്ന് ഫറവോൻ ബാധിച്ചെങ്കിൽ വിടുവിക്കാനുള്ളവനെ ഫറവോൻ്റെ കൊട്ടാരത്തിൽ വളർത്തിയവനാ ദൈവം. മോശയുടെ അമ്മയുടെ മഹാഭാഗ്യം കേട്ടോണേ, സ്തോത്രം. സ്വന്തം കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ 30-ാം തീയതി സാലറി വാങ്ങിച്ചവളവൾ. സ്തോത്രം. ഇവിടെ വേണം ദൈവമക്കൾ തിരിച്ചറിയാൻ. ശത്രുവിൻ്റെ തന്ത്രം കണ്ട് പേടിക്കുകയൊന്നും വേണ്ട. ഒരു തന്ത്രവും നിന്റെ കുടുംബത്തിൽ എറിക്കുകയല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഇവിടെ കേട്ടോണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവത്തിന് അത് ഈസിയായിട്ട് പൊളിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, നിനക്ക് വിരോധമായി വരുന്ന ആയുധം വരത്തില്ലെന്നല്ല, മന്ത്രവാദങ്ങൾ ഇല്ലെന്നല്ല, ആഭിചാരം ഇല്ലെന്നല്ല, രാത്രിയിലെ ഭയമുണ്ട്, പകൽ പറക്കുന്ന അസ്ത്രമുണ്ട്, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയുണ്ട്, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന. പക്ഷെ ഒരു കാര്യം, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത്, എങ്കിലും അത് നിന്നോട് അടുക്കത്തില്ല. മിണ്ടുന്നില്ല. അടുക്കത്തില്ല. രാത്രി മുഴുവൻ മിസ്രൈമ്യരുടെ സൈന്യം ഇസ്രായേലിലെ സൈന്യം അടുക്കാൻ നോക്കി, അടുക്കാൻ പറ്റുന്നില്ല. ലാബാനെ, യാക്കോബിനെ തകർക്കാനാ നീ വരുന്നത്, പക്ഷെ അടുക്കാൻ പറ്റുകയില്ല. ആ രാത്രി ദൈവത്തിന് ഇടപെടലുണ്ട്. നിന്റെ ശത്രുവിന് മനസ്സിലായി, ഹാമാനെ നീ ഭയങ്കര തന്ത്രശാലിയാ, കഴുകുമരം ഉണ്ടാക്കാൻ നീ മിടുക്കനാ, പക്ഷേ പ്രാർത്ഥിക്കുന്ന മോർദെഖായിക്ക് അടുക്കാൻ പറ്റുകയില്ല. സ്തോത്രം ചെയ്യുന്നവർക്കായി ദൈവത്തിന് ഞാൻ നന്ദി പറയുക. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇനി ദൂത് തീരുന്നതിന് മുമ്പ് എന്നോട് ദൈവാത്മാ പറഞ്ഞ് ചിലതൊക്കെ വിട്ടുകിട്ടാൻ പോവാ. നിങ്ങൾ ഇന്നലെ പ്രാർത്ഥിച്ചതിനേക്കാൾ ശക്തിയോട് ഇന്ന് പ്രാർത്ഥിക്കണം.